വെൽക്കം ബാക്ക് ടു ഈസി ഇംഗ്ലീഷ്. 5ാം ക്ലാസ്സിലെ പുതിയ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 1ാമത്തെ യൂണിറ്റാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ വാംത്ത് ഓഫ് ലവ്. യൂണിറ്റിൻ്റെ പേര് ദ വാംത്ത് ഓഫ് ലവ് എന്ന് വെച്ചാൽ സ്നേഹത്തിൻ്റെ ഊഷ്മളത. വാംത്ത് എന്ന് പറഞ്ഞാൽ ഊഷ്മളത. അപ്പോൾ സ്നേഹത്തിൻ്റെ ആ ഒരു ഊഷ്മളത, സ്നേഹത്തെക്കുറിച്ചാണ് ഈ യൂണിറ്റ് പറയുന്നത്. നമുക്ക് രക്ഷിതാക്കളോടുള്ള സ്നേഹം, അതുപോലെ തന്നെ രക്ഷിതാക്കൾക്ക് മക്കളോടുള്ള സ്നേഹം, ഇതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട് റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ. എർത്ത് ഈസ് ദ റൈറ്റ് പ്ലേസ് ഫോർ ലവ്. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും പറ്റിയ ഏറ്റവും മികച്ച പ്ലേസാണ് എർത്ത്, ഭൂമി എന്നുള്ളതാണ് റോബർട്ട് ഫ്രോസ്റ്റ് എന്ന കവി പറയുന്നത്. നമുക്ക് നേരെ ലെസണിലേക്ക് വരാം. അപ്പോൾ ഇവിടെ റക്കൂണിൻ്റെ കഥയാണ് കേട്ടോ. അപ്പം ഒരു മദർ റക്കൂണുണ്ട്, ഒരു മകനും ആയിട്ടുള്ള റക്കൂണുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. റക്കൂൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു ജീവിയെ നമ്മൾ അറിയണം, നോർത്ത് അമേരിക്കയിൽ കാണപ്പെടുന്ന ഒരു ജീവിയാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ അങ്ങനെ നമ്മൾ കണ്ടുപരിചയമില്ലാത്ത ഒരു ജീവിയാണ് റക്കൂൺ. സോ നമുക്ക് നോക്കാം. ഇൻ ദി സ്റ്റോറി, എ ലിറ്റിൽ റക്കൂൺ നെയ്മഡ് ചെസ്റ്റർ ഈസ് ഹെസിറ്റന്റ് അബൌട്ട് ഗോയിങ് ടു സ്കൂൾ. നൗ ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ് ടു ഹിം. ഈ കഥയിൽ എന്താണ്? എ ലിറ്റിൽ റക്കൂൺ നെയ്മഡ് ചെസ്റ്റർ, അതായത് ഈ ചെറിയ ആ ബാഗൊക്കെ അരികെ വെച്ച് ഇരിക്കുന്ന സ്കൂളിൽ പോകാൻ മടിയുള്ള ആ ഒരു റക്കൂണിൻ്റെ പേരാണ് ചെസ്റ്റർ. ഓക്കെ, ഈ ചെസ്റ്റർ റക്കൂൺ. ഹെസിറ്റൻ്റ് എന്ന് പറഞ്ഞാൽ മടിയാണ്, താല്പര്യമല്ല. എബൌട്ട് ഗോയിങ് ടു സ്കൂൾ, സ്കൂളിൽ പോകാൻ ചെസ്റ്ററിന് താല്പര്യമല്ല. നൗ ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ് ടു ഹിം. നമുക്ക് നോക്കാം എന്താണ് ഇവന് സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ കഥ തുടങ്ങുകയാണ്. അതിന് മുൻപായിട്ട് 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ മുഴുവൻ ലെസൺസും ഈസി ഇംഗ്ലീഷിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് നേരെ ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് സെക്ഷൻ വിസിറ്റ് ചെയ്താൽ മതി. ഇനി 5ാം ക്ലാസ് അല്ല, ഏത് ക്ലാസ്സിൻ്റെയും +2 വരെയുള്ള 1ാം ക്ലാസ് തൊട്ട് +2 വരെയുള്ള ഏത് ക്ലാസ്സിലെയും ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ലെസൺസ് ഈ ചാനൽ ലഭ്യമാണ്. സോ തീർച്ചയായിട്ടും നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നോക്കാം. ചെസ്റ്റർ റക്കൂൺ സ്റ്റുഡ് അറ്റ് ദ എഡ്ജ് ഓഫ് ദ ഫോറസ്റ്റ് ആൻഡ് ക്രൈഡ്. സ്കൂളിലേക്ക് പോകാൻ അമ്മ നിർബന്ധിക്കുമ്പം കൊണ്ടാക്കാൻ നിൽക്കുന്ന സമയത്ത് ചെസ്റ്റർ റക്കൂൺ, ഈ ചെറിയ ചെക്കൻ റക്കൂൺ എന്താ പറയുന്നത്? സ്റ്റുഡ് അറ്റ് ദ എഡ്ജ് ഓഫ് ദി ഫോറസ്റ്റ്. ഫോറസ്റ്റ് കാടിൻ്റെ എഡ്ജ്, അരികിലിരുന്നു കൊണ്ട് പറയാണ്. ആൻഡ് ക്രൈഡ്, ഒരു തലക്ക് നിന്നുകൊണ്ട് ഉറക്കെ കരയുന്നു. സ്കൂളിലേക്ക് പോകാൻ താല്പര്യമില്ല. ക്രൈഡ് എന്ന് പറഞ്ഞാൽ കരഞ്ഞു. എന്നിട്ട് പറയുന്നത് എന്താ? ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. എനിക്ക് സ്കൂളിലേക്ക് പോകണ്ട. ഹി ടോൾഡ് ഹിസ് മദർ. അവനവൻ്റെ മദർ, അമ്മയോട് പറഞ്ഞു. ഐ വാണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു. അമ്മക്കൊപ്പം എനിക്ക് വീട്ടിലിവിടെ നിന്നാൽ മതി, സ്റ്റേ ചെയ്താൽ മതി ഇവിടെ വീട്ടിൽ. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്. എൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം കളിച്ചാൽ മതി, സ്കൂളിലേക്ക് പോകണ്ട. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ്, കളിപ്പാട്ടങ്ങൾ. പ്ലേ, കളിക്കുക. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ്. എനിക്ക് എൻ്റെ കളിപ്പാട്ടം കൂടി ആയിട്ട് ഇവിടെ കളിച്ചാൽ മതി, സ്കൂളിൽ പോകണ്ട. ഐ വാണ്ട് ടു റീഡ് മൈ ബുക്സ്. ഇവിടെ ഇഷ്ടംപോലെ ബുക്സ് ഉണ്ടല്ലോ, സ്കൂളിൽ പോകണ്ട, ഞാൻ ഈ പുസ്തകങ്ങൾ ഇവിടുന്ന് വായിച്ചോളാം. ഐ വാണ്ട് ടു സ്വിങ് ഓൺ മൈ സ്വിങ്. അപ്പോൾ ഇവിടെ 2 സ്വിങ് ഉണ്ട് അല്ലേ? അപ്പോൾ ആദ്യത്തെ ടു സ്വിങ് എന്ന് പറഞ്ഞാൽ ഊഞ്ഞാലാടുക. രണ്ടാമത് പറഞ്ഞ സ്വിങ് ഊഞ്ഞാൽ. അതായത് ആദ്യം പറഞ്ഞ ടു സ്വിങ് എന്നുള്ളത് ക്രിയ, വെർബാണ്, ഊഞ്ഞാൽ ആടുക. രണ്ടാമത് പറയുന്ന സ്വിങ് നൗണാണ്, നാമം, പേര്, ഊഞ്ഞാൽ. അപ്പോൾ ഞാൻ ഊഞ്ഞാൽ അടിക്കോളാം എന്നാണ് പറഞ്ഞത്. പ്ലീസ് മേ ഐ സ്റ്റേ ഹോം വിത്ത് യു. അമ്മയോട് ചോദിക്കുകയാണ്, ഞാൻ അമ്മയോടൊപ്പം നിൽക്കട്ടെ, വീട്ടിൽ നിൽക്കട്ടെ. മിസ് റക്കൂൺ ടുക്ക് ചെസ്റ്റർ ബൈ ദി ഹാൻഡ് ആൻഡ് നസിൽഡ് ഹിസ് ഇയർ. അപ്പം മിസ് റക്കൂൺ, അതായത് ഈ അമ്മ റക്കൂൺ എന്താ പറഞ്ഞത്, എന്താ ചെയ്തത്? ടുക്ക് ചെസ്റ്റർ ബൈ ദ ഹാൻഡ്, ഈ മകൻ്റെ കയ്യങ്ങ് പിടിച്ചു. ആൻഡ് നസിൽഡ് ഹിസ് ഇയർ. നസിൽഡ് എന്ന് പറഞ്ഞാൽ മൃദുവായി, നോസ്, മൂക്കുകൊണ്ട് എന്താണ്, സ്നേഹത്തോടെ ഇങ്ങനെ ഉരസുക. ഓക്കെ, സ്നേഹം പ്രകടിപ്പിക്കുക. മൂക്കുകൊണ്ട് ഇങ്ങനെ ഉരതിയിട്ട് സ്നേഹം പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അമ്മ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, ഇത് കുട്ടികളോട് ചോദിക്കാം. അപ്പോൾ അവരുടെ കയ്യിൽ നിന്നും ആൻസർ എലിസിറ്റ് ചെയ്യുക. അവർ പറയുന്ന ഒരു ആൻസർ എങ്ങനെയെന്ന് നോക്കുക. അപ്പം ഇതിൽ ക്രിയേറ്റിവിറ്റി ഉണ്ടാകുന്ന തരത്തിലുള്ള ഉണ്ടാക്കാനൊക്കെ ഉള്ള, അതുപോലെ തന്നെ അവർക്ക് ഒരു തരം തുടർന്നുള്ള ഭാഗം വായിക്കാനുള്ള ഒരു ആവേശം കിട്ടാനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നോക്കൂ, ക്വസ്റ്റ്യൻസ് കൊടുത്തത്. ചെസ്റ്റർ ഡസൻ വാണ്ട് ടു ഗോ ടു സ്കൂൾ. വൈ? എന്തുകൊണ്ടായിരിക്കും ചെസ്റ്ററിന് സ്കൂളിലേക്ക് പോകാൻ താല്പര്യമില്ലാത്തത്? എന്തായിരിക്കും? He wants to play with the toys at home. He wants to play with his friends. He wants to swing on his swing. എന്നൊക്കെ പറയാം അല്ലേ? He's reluctant to go to school. He doesn't like it. ഇനി താഴെ കൊടുത്തിട്ടുണ്ട്,
ഇഫ് യു വേർ ഇൻ ചെസ്റ്റേഴ്സ് പ്ലേസ്, ചെസ്റ്ററുടെ പ്ലേസ് പകരം നിങ്ങളായിരുന്നെങ്കിൽ വാട്ട് വുഡ് യു ഡു? ചെസ്റ്ററിന് പകരം നിങ്ങളായിരുന്നെങ്കിൽ സ്കൂളിലേക്ക് പോകുമെന്ന. അപ്പോൾ കുട്ടിയോട് ചോദിക്കുക, അപ്പോൾ കുട്ടികൾ പറയട്ടെ. സോ അപ്പോൾ അവർ പറയേണ്ടത് എന്തെങ്ങനെയാണ്? ഇഫ് ഐ വേർ ഇൻ ചെസ്റ്റേഴ്സ് പ്ലേസ് ഐ വുഡ് ഗോ ടു സ്കൂൾ എന്നൊക്കെ പറയായിരിക്കും. അതല്ലെങ്കിൽ ചിലപ്പോൾ പോവില്ല എന്നും പറയായിരിക്കാം. എനിവേ അത് കുട്ടിയോട് ചോദിക്കാം. നോക്കാം ഇനി എന്താണ് സംഭവിക്കുന്നത്. സംടൈംസ്, ചിലപ്പോൾ we all have to do things we don't want to do. അമ്മ പറയാണ്, ചെസ്റ്ററിനോട് പറയാണ്, മോനെ സംടൈംസ് ചില സമയങ്ങളിൽ we all have to do things, നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. we don't want to do, നമുക്കങ്ങനെ ചെയ്യാൻ വലിയ താല്പര്യമില്ലാത്ത, ചെയ്യേണ്ടതില്ലാത്ത കാര്യങ്ങൾ പോലും നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. she told him gently, മൃദുവായിട്ട്. അമ്മ മകനോട് മൃദുവായിട്ട് പറഞ്ഞു. Even if they seem strange and scary at first. എന്താ പറഞ്ഞത്? ഈവൻ ഇഫ്, അതായത് ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വരും. ഈവൻ ഇഫ്, എന്നിരുന്നാലും, ദേ സീം, അവ കാണപ്പെട്ടാലും, എങ്ങനെ? സ്ട്രേഞ്ച്, വളരെ സ്ട്രേഞ്ച് ആയിട്ട്, വളരെ പ്രത്യേകതയുള്ള, ആൻഡ് സ്കേറി, ഭയപ്പെടുത്തുന്ന, അറ്റ് ഫസ്റ്റ്, തുടക്കത്തിൽ. അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് കണ്ടു കഴിയുമ്പോൾ ഭയങ്കര സ്ട്രെയിഞ്ചായിട്ട്, എന്തൊക്കെയോ ഒരു പ്രത്യേകതകൾ, എന്തൊക്കെയോ ഒരു എന്താണ്, വളരെ സ്ട്രെയിഞ്ചായിട്ട് തോന്നൂല. പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവാത്ത, എന്തൊക്കെയോ ഭയങ്കര മനസ്സിലാവാത്ത പോലെ അങ്ങനെ തോന്നും. അത് സ്കേറി, ഭയപ്പെട്ടതായിട്ട് തോന്നും. ബട്ട് യു വിൽ ലവ് സ്കൂൾ വൺസ് യു സ്റ്റാർട്ട്. സ്കൂൾ അങ്ങ് തുടങ്ങി വെക്കണ്ടേ, നീ ഇഷ്ടപ്പെടും എന്നാണ് ഈ അമ്മ പറഞ്ഞത്. സ്കൂൾ ഇഷ്ടപ്പെടും. യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ്, പുതിയ സുഹൃത്തുക്കൾ നീ ഉണ്ടാക്കും. ആൻഡ് പ്ലേ വിത്ത് ന്യൂ ടോയ്സ്, അവിടെ ടോയ്സ് ഉണ്ടാവും. അപ്പോൾ പുതിയ ടോയ്സ് ഉണ്ടാവും നിനക്ക്, ഇത് വെച്ച് നീ കളിച്ച് തുടങ്ങും, ഇഷ്ടപ്പെടും. യു ക്യാൻ റീഡ് ന്യൂ ബുക്സ്, ഇവിടെ പുസ്തകങ്ങളുണ്ട്, പക്ഷേ സ്കൂളിൽ കൂടുതൽ പുസ്തകങ്ങളുണ്ട്, അവിടുത്തെ പുസ്തകങ്ങൾ നീ വായിച്ചു തുടങ്ങും. ആൻഡ് സ്വിങ് ഓൺ ന്യൂ സ്വിങ്സ്, വീട്ടിലുള്ള പോലെ തന്നെ സ്കൂളിലും ഒരുപാട് സ്വിങ്സ് ഉണ്ട്, ഒരുപാട് ഊഞ്ഞാലുകളുണ്ട്, അവിടെ പോയിട്ട് നീ ഊഞ്ഞാലാടും. ബിസൈഡ്സ്, അതൊക്കെ പുറമെ, അതോടൊപ്പം ഷീ ആഡഡ്, അമ്മ പറയാണ്, I know a wonderful secret that will make your nights at school seem as warm and cozy as your days at home. അപ്പോൾ ഈ അമ്മ റക്കൂൺ പറയാണ് മകനോട്, അപ്പോൾ ഇത് ഒരു ബോർഡിംഗ് സ്കൂളാണെന്ന് സങ്കല്പിക്കട്ടോ, അവിടെ താമസിച്ച് പഠിക്കുന്ന സ്കൂളാണ്. അപ്പോൾ അവിടെ ഉള്ള രാത്രികൾ, അതായത് സ്കൂളിൽ പഠിക്കുമ്പം അവിടെയുള്ള രാത്രികൾ, സ്കൂൾ സീം ആസ് വാം ആൻഡ് കോസി, അതായത് വാം നല്ല ഊഷ്മളമായതും, കോസി കംഫർട്ടബിൾ, കോസി മീൻസ് കംഫർട്ടബിൾ എന്ന് വെച്ചാൽ ഭയങ്കര സുഖകരമായ ഒരവസ്ഥയിലുള്ളത്. ആസ് യുവർ ഡേയ്സ് അറ്റ് ഹോം, അതായത് നിൻ്റെ വീട്ടിൽ നീ ഇപ്പോൾ, അമ്മ മകനോട് പറയാണ്, നിൻ്റെ വീട്ടിൽ നീ എത്രത്തോളം കംഫർട്ടബിൾ ആണ്, അതേപോലെ സ്കൂളിൽ കംഫർട്ടബിളായിട്ട് അവിടുത്തെ രാത്രിയാണല്ലോ ഏറ്റവും പ്രയാസം, അമ്മയില്ലാതെ നിൽക്കുക എന്ന് പറയുമ്പം. അപ്പം ആ ഒരു സമയത്തൊക്കെ നിനക്ക് വളരെ കംഫർട്ടബിൾ ആവാൻ എൻ്റെ കയ്യിൽ ഒരു സീക്രട്ട് ഉണ്ട് എന്ന് അമ്മ പറഞ്ഞു. ചെസ്റ്റർ വൈപ്ഡ് അവേ ഹിസ് ടിയേഴ്സ്, അത് കേട്ടപ്പോൾ ചെസ്റ്റർ എന്ത് ചെയ്തു? വൈപ്ഡ് അവേ, കണ്ണുനീർ തുടച്ചു കളഞ്ഞു. ഹിസ് ടിയേഴ്സ്, കണ്ണുനീർത്തുള്ളികൾ. ആൻഡ് ലുക്ക്ഡ് ഇൻട്രസ്റ്റഡ്, ഇപ്പോൾ കുറച്ച് താല്പര്യമുള്ള പോലെ, പറയുമ്പോൾ കേൾക്കാൻ, അമ്മ പറഞ്ഞപ്പോൾ കേൾക്കാൻ താല്പര്യമുള്ള പോലെ. എ സീക്രട്ട്? വാട്ട് കൈൻഡ് ഓഫ് സീക്രട്ട്? എന്ത് സീക്രട്ട്, എന്താണത്? അപ്പോൾ അവൻ അറിയാൻ നല്ല ആഗ്രഹം. അപ്പം അമ്മ പറയാം, എ വെരി ഓൾഡ് സീക്രട്ട്, അതത്ര പുതിയ സീക്രട്ട് ഒന്നുമല്ല, ഒരു പഴയ സീക്രട്ടാണ്. സെഡ് മിസ് റക്കൂൺ, അമ്മ റക്കൂൺ പറഞ്ഞു, കുറച്ച് പഴയ സീക്രട്ടാ. ഐ ലേൺഡ് ഇറ്റ് ഫ്രം മൈ മദർ. ലേൺഡ് മീൻസ് പഠിച്ചു. ഞാൻ എവിടുന്ന് അത് പഠിച്ചത്? എൻ്റെ അമ്മയിൽ നിന്ന് ഞാൻ പഠിച്ചു. ആൻഡ് ഷീ ലേൺഡ് ഇറ്റ് ഫ്രം ഹെർ മദർ. ഇനി അമ്മയുടെ അമ്മ, അതായത് മുത്തശ്ശിയിൽ നിന്നും പഠിച്ചു. ഇറ്റ്സ് കോൾഡ് ദ കിസ്സിങ് ഹാൻഡ്. ആ സീക്രട്ടിൻ്റെ പേരാണ് കിസ്സിങ് ഹാൻഡ്. ദ കിസ്സിങ് ഹാൻഡ്. അപ്പം ദ കിസ്സിങ് ഹാൻഡ് ആസ്റ്റ് ചെസ്റ്റർ ചോദ്യം, കിസ്സിങ് ഹാൻഡോ, അതെന്താ? വാട്ട്സ് ദാറ്റ്, അതെന്താ? ഐ വിൽ ഷോ യു. അപ്പം അമ്മ പറയുന്നു, ഞാൻ പറഞ്ഞുതരാം. സോ ചെസ്റ്റേഴ്സ് മദർ ടോൾഡ് ഹിം ദി ഓൾഡ് സീക്രട്ട്. ചെസ്റ്ററിൻ്റെ അമ്മ ചെസ്റ്ററിനോട് പറഞ്ഞു ഒരു ഓൾഡ് സീക്രട്ട്. വാട്ട് മേ ബി ദ സീക്രട്ട്, എന്തായിരിക്കും സീക്രട്ട്? ഇത് ഈ ഭാഗം വായിച്ച് കഴിയുന്നതിന് മുമ്പ് തന്നെ കുട്ടികളോട് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. കുട്ടികൾ കഴിഞ്ഞ രീതിയിൽ ആൻസർ ചെയ്യട്ടെ. ഓക്കെ, ഇനി മിസ് റക്കൂൺ ടുക്ക് ചെസ്റ്റേഴ്സ് ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് സ്പ്രെഡ് ഹിസ് ടൈനി ഫിംഗേഴ്സ് ഇൻ ടു എ ഫാൻ. അപ്പോൾ അമ്മ റക്കൂൺ എന്ത് ചെയ്തു? മിസ് റക്കൂൺ ടുക്ക് ചെസ്റ്റേഴ്സ് ലെഫ്റ്റ് ഹാൻഡ്, ചെസ്റ്ററിൻ്റെ ഈ കുഞ്ഞു റക്കൂണിൻ്റെ ഇടത്തെ കൈ എടുത്തിട്ട് സ്പ്രെഡ് ഹിസ് ടൈനി ഫിംഗേഴ്സ്. ടൈനി ഫിംഗേഴ്സ് കുഞ്ഞു വിരലുകൾ. ടൈനി മീൻസ് സ്മോൾ, ഫിംഗേഴ്സ് വിരലുകൾ. അപ്പോൾ ടൈനി ഫിംഗേഴ്സ് കുഞ്ഞു വിരലുകൾ ഇൻ ടു എ ഫാൻ, അതായത് ഇങ്ങനെ വളരെ സ്പ്രെഡ് ചെയ്തു ഓപ്പൺ ആക്കി എന്നതാണ്. കൈകൾ ഇങ്ങോട്ട് വിരലുകൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഓപ്പൺ ആക്കി. ലീനിങ് ഫോർവേഡ്, മുന്നിലേക്ക് ഇങ്ങനെ
എത്തി നിന്നുകൊണ്ട് ഷീ കിസ്ഡ് ചെസ്റ്റർ റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് പാം ഉള്ളംകൈ. അപ്പോൾ ചെസ്റ്ററിൻ്റെ കൈകൾ ഇങ്ങനെ വിരിച്ചിട്ട് വിരലുകളൊക്കെ ഇങ്ങനെ വിരിച്ചു വെച്ചിട്ട് ആ കൈകൾക്കുള്ളിൽ ഉമ്മ കൊടുക്കുകയാണ് അമ്മ ചെയ്യുന്നത്. ചെസ്റ്റർ ഫെൽറ്റ് ഹിസ് മദേഴ്സ് കിസ് റഷ് ഫ്രം ഹിസ് ഹാൻഡ് അപ്പ് ഹിസ് ആം ആൻഡ് ഇൻ ടു ഹിസ് ഹാർട്ട്. അപ്പോൾ ചെസ്റ്ററിൻ്റെ മദർ കിസ് ചെയ്തപ്പോൾ, ഉള്ളം കൈയിൽ പാമിൽ കിസ് ചെയ്തപ്പോൾ ചെസ്റ്ററിനത് വല്ലാത്ത സന്തോഷമായി. ആ ഒരു കിസ് ഉണ്ടല്ലോ, അത് ഹാൻഡിലൂടെ കടന്ന് മുകളിലേക്ക് കയറി കൈയിൻ്റെ മുകളിലെത്തി ആൻഡ് ഇൻ ടു ഹിസ് ചെസ്റ്റ്. എന്നിട്ട് അവൻ്റെ ഹൃദയത്തിലേക്ക് ആ ചുംബനം പോയ പോലെ അവന് കരുതി. ഈവൻ ഹിസ് സിൽക്കി ബ്ലാക്ക് മാസ്ക് ടിങ്കിൾഡ് വിത്ത് എ സ്പെഷ്യൽ വാംത്ത്. അവൻ്റെ ആ ഒരു സിൽക്ക് പോലെയുള്ള ബ്ലാക്ക് കറുത്ത മാസ്ക്, അതായത് ഇപ്പോൾ ഈ റെക്കോണിൻ്റെ പിക്ചർ നോക്കി നിങ്ങൾ ഒരു മാസ്ക് ഇട്ട പോലെ തോന്നും. ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. കണ്ടോ, ഒരു കൊച്ചു മാസ്ക്, ആ മാസ്ക് ഇട്ട പോലെ, അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ ആ ഒരു മുഖത്ത് ഇവൻ്റെ ഒരു സന്തോഷം വന്നു എന്നാണ് പറയുന്നത്. ഈവൻ ഹി സിൽക്കി ബ്ലാക്ക് മാസ്ക് ടിങ്കിൾഡ് വിത്ത് എ സ്പെഷ്യൽ വാംത്ത്. ടിങ്കിൾഡ് ഒരു ഇക്കിളിപ്പെട്ട പോലെ, വിത്ത് എ സ്പെഷ്യൽ വാംത്ത്, ഒരു ഊഷ്മളത, സ്നേഹത്തിൻ്റെ ഊഷ്മളത അവൻ്റെ മുഖത്ത് പ്രകടമായിരുന്നു. ആ കറുത്ത മാസ്ക് വെച്ച അവൻ്റെ മുഖത്ത് പോലും എന്താണ്, ആ സ്നേഹത്തിൻ്റെ ഊഷ്മളത വളരെ പ്രകടമായിരുന്നു. മിസ് റക്കൂൺ സ്മൈൽഡ്. എന്നിട്ട് അമ്മ റക്കൂൺ ചിരിച്ചു. നൗ ഷീ ടോൾഡ് ചെസ്റ്റർ. എന്നിട്ട് ചെസ്റ്ററിനോട് പറയാം, വെൻ എവർ യു ഫീൽ ലോൺലി ഒറ്റയ്ക്ക്, എപ്പോഴൊക്കെ നീ ഒറ്റക്കാണെന്ന് നീ തോന്നുന്നോ, ആൻഡ് നീഡ് എ ലിറ്റിൽ ലവ് ഫ്രം ഹോം, വീട്ടിൽ നിന്നൊരു സ്നേഹം കുറച്ച് കിട്ടണമെന്ന് തോന്നുന്നോ, അങ്ങനത്തെ അവസ്ഥയാണെങ്കിൽ, ഇപ്പോൾ ഇതൊരു അവിടെ ബോർഡിംഗ് സ്കൂളാണ്, അവിടെ താമസിച്ച് പഠിക്കുന്ന സ്കൂളാണ്, അപ്പോൾ വീട്ടിലത്തെ സ്നേഹം നിനക്ക് കിട്ടണമെന്ന് തോന്നുമ്പോൾ ജസ്റ്റ് പ്രസ് യുവർ ഹാൻഡ് ടു യുവർ ചീക്ക് ആൻഡ് തിങ്ക്. ഞാൻ ഉമ്മ വെച്ച കയ്യ്, ആ ഒരു ഹാൻഡ് എടുത്തിട്ട് പ്രസ് ചെയ്യുക, അമർത്തി. എവിടെ? ടു യുവർ ചീക്ക് കവിൾ, നിൻ്റെ കവിളിൽ ആ കൈകൾ എന്ത് ചെയ്യുക, അങ്ങോട്ട് അമർത്തി വെക്ക്. ആൻഡ് തിങ്ക്, എന്നിട്ട് ചിന്തിച്ചോ, മമ്മി ലവ്സ് യു, മമ്മി നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, മമ്മി ലവ്സ് യു, മമ്മി നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട് എന്ന്. ആൻഡ് ദാറ്റ് വെരി കിസ് വിൽ ജംപ് ടു യുവർ ഫേസ് ആൻഡ് ഫിൽ യു വിത്ത് ടോസ്റ്റി വാം തോട്ട്സ്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ, ഞാൻ ഉമ്മ വെച്ച കൈ നിൻ്റെ കവിളിലേക്ക് വെക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അമ്മ നിന്നെ മുഖത്ത് ഉമ്മ വെച്ച പോലെ തന്നെ തോന്നും അല്ലേ? ആ ഒരു കിസ്, ഞാൻ നിൻ്റെ കയ്യിൽ വെച്ച കിസ് വിൽ ജംപ്, ചാടും, ടു യുവർ ഫേസ്, മുഖത്തേക്ക് ചാടും, ആൻഡ് ഫിൽ യു വിത്ത് ടോസ്റ്റി വാം തോട്ട്സ്. ടോസ്റ്റി എന്ന് പറഞ്ഞാൽ കംഫർട്ടബിൾ എന്നുള്ളതാണ്, കംഫർട്ടബിളി വാം. ഓക്കെ, അപ്പോൾ നല്ല വാം തോട്ട്സ്, നിനക്ക് ഒരുപാട് നല്ല നല്ല ഊഷ്മളമായ സ്നേഹത്തോടെയുള്ള ചിന്തകൾ അമ്മയെക്കുറിച്ച് വീടിനെക്കുറിച്ച് വരും. അപ്പോൾ നിനക്ക് ഒറ്റപ്പെടൽ തോന്നില്ല. ഷീ ടുക്ക് ചെസ്റ്റേഴ്സ് ഹാൻഡ് ആൻഡ് കെയർഫുള്ളി റാപ്ഡ് ഹിസ് ഫിംഗേഴ്സ് അറൗണ്ട് ദ കിസ്. അപ്പോൾ എന്ത് ചെയ്തു? അമ്മ ഈ ചെസ്റ്ററിൻ്റെ കൈകൾ എടുത്തിട്ട് എന്താണ്, കെയർഫുള്ളി റാപ്പ് പൊതിയാന്നാണ്, ഹിസ് ഫിംഗേഴ്സ് എറൗണ്ട് ദ കിസ്, ഇവൻ്റെ വിരലുകൾ ചുംബനങ്ങൾ കൊണ്ട് പൊതിഞ്ഞു, അതായത് നിറയെ ഉമ്മ കൊടുത്തു. അമ്മ ഇവൻ്റെ കൈകളിൽ നിറയെ ഉമ്മ കൊടുത്തു. ഷീ ടുക്ക് ചെസ്റ്ററിൻ്റെ ഹാൻഡ് എടുത്തു, ആൻഡ് കെയർഫുള്ളി, ശ്രദ്ധയോടെ, റാപ്ഡ് പൊതിഞ്ഞു, ഹിസ് ഫിംഗേഴ്സ്, അവൻ്റെ വിരലുകൾ, എറൗണ്ട് ദ കിസ്, കിസ്സിനാൽ ഒരുപാട് കിസ് എന്ത് ചെയ്തു, അവൻ്റെ കൈകളിൽ കൊടുത്തു. സോ ഈ ക്വസ്റ്റ്യൻ കുട്ടിയോട് ചോദിക്കുക, ഹൗ ഡിഡ് മിസ് റക്കൂൺ ഹെൽപ്പ് ചെസ്റ്റർ ഓവർകം ഹിസ് ഫിയർ? സ്കൂളിലേക്ക് പോകാൻ എന്താണ് റക്കൂണിന് പേടിയാണല്ലോ, ഫിയർ എന്ന് പറഞ്ഞാൽ ഭയം. അപ്പം ആ ഒരു ഫിയറിനെ എങ്ങനെയാണ് മിസ് റക്കൂൺ, അമ്മ റക്കൂണ് മറികടക്കാൻ സഹായിച്ചത്? ബൈ ഗിവിങ് എ കിസ്സിങ് ഹാൻഡ്. അത് കുട്ടികൾ പറയണം കേട്ടോ. നൗ ബി കെയർഫുൾ നോട്ട് ടു ലൂസ് ഇറ്റ്. എന്നിട്ട് അമ്മ മകനോട് പറയാം, മിസ് റക്കൂൺ ചെസ്റ്ററിനോട് പറയാണ്, നൗ ബി കെയർഫുൾ നോട്ട് ടു ലൂസ് ഇറ്റ്. ഞാൻ മുമ്പ് തന്നെ കയ്യിൽ അത് കളയരുത് കേട്ടോ. ഷീ ടീസ് ചെയ്യും, അതിങ്ങനെ ഒരു തമാശക്ക് പറഞ്ഞു, കുറച്ച് കളിയാക്കുന്ന പോലെ. ബട്ട് ഡോണ്ട് വറി, പേടിക്കൊന്നും വേണ്ട. വെൻ യു ഓപ്പൺ യുവർ ഹാൻഡ് ടു വാഷ് ആഫ്റ്റർ ഹാവിങ് ഫുഡ്, അതായത് വെൻ യു ഓപ്പൺ യുവർ ഹാൻഡ്, നീ നിൻ്റെ കൈകൾ തുറക്കുമ്പോൾ, ടു വാഷ്, കഴുകാൻ, ആഫ്റ്റർ ഹാവിങ് ഫുഡ്, ഭക്ഷണം കഴിച്ചതിന് ശേഷം, ഐ പ്രോമിസ്, ഞാൻ പ്രോമിസ് ചെയ്യുന്നു, ദ കിസ് വിൽ സ്റ്റിക്ക്. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് കൈ എടുക്കുമ്പോൾ ഞാൻ തന്ന ഉമ്മ കയ്യിൽ നിന്ന് പോകുന്നില്ല കേട്ടോ, അതവിടെ സ്റ്റിക്ക് ചെയ്യും, ഒട്ടിപ്പിടിച്ചിരിക്കും. സ്റ്റിക്ക് മീൻസ് ഒട്ടിപ്പിടിച്ചിരിക്കും. ചെസ്റ്റർ ലവ്ഡ് ഹിസ് കിസ്സിങ് ഹാൻഡ്. ചെസ്റ്ററിന് വല്ലാത്ത ഇഷ്ടപ്പെട്ടു ആ അമ്മ കിസ് ചെയ്ത ആ ഇടത്തെ കൈ. നൗ ഹി ന്യൂ ഹിസ് മദേഴ്സ് ലവ് വുഡ് ഗോ വിത്ത് ഹിം വേറെവർ ഹി വെൻറ്റ്. ഇപ്പം അവന് മനസ്സിലായി അമ്മയുടെ ആ ഒരു ലവ്, സ്നേഹം ഉണ്ടല്ലോ, വുഡ് ഗോ വിത്ത് ഹിം, ഇവൻ്റെ കൂടെ ഉണ്ടാവും എപ്പോഴും. വേറെവർ ഹി വെൻ, എവിടെ ഇവന് പോയാലും അമ്മയുടെ ആ സ്നേഹവും ആ കിസ്സും അവിടെ ഉണ്ടാവും. ഈവൻ ടു ദ സ്കൂളിൽ പോലും ഉണ്ടാകും. ദാറ്റ് നൈറ്റ്, ആ രാത്രി, ചെസ്റ്റർ സ്റ്റുഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് സ്കൂൾ ആൻഡ് ലുക്ക്ഡ് തോട്ട്ഫുൾ. ഫ്രണ്ട് ഓഫ് എന്ന് പറഞ്ഞാൽ മുൻപിൽ. അപ്പോൾ അന്ന് രാത്രി അവൻ്റെ സ്കൂളിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് വളരെ തോട്ട്ഫുൾ, വളരെ ചിന്തിച്ചുകൊണ്ട് അവൻ നിന്നു. സഡൻലി ഹി ടേൺഡ് ടു ഹിസ് മദർ ആൻഡ് ഗ്രിൻഡ്.
പെട്ടെന്ന് അവൻ ടേൺഡ് ടു ഹിസ് മദർ, അമ്മയുടെ നേരെ തിരിഞ്ഞു, ആൻഡ് ഗ്രിൻഡ്, എന്നിട്ട് ഇങ്ങനെ ഇളിച്ചു, എന്ന് പുഞ്ചിരിച്ചു. പുഞ്ചിരിയല്ല ശരിക്കും, നീ ഗ്രിൻഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് വല്ല കാണിച്ച് ചിരിച്ചു എന്നാണ്. ഓക്കെ, ചിരിച്ചു. ഗിവ് മീ യുവർ ഹാൻഡ്, എന്നിട്ട് അമ്മയോട് ഇങ്ങോട്ട് ചോദിക്കുകയാണ്, അമ്മയുടെ കൈ തരൂ. ഹി ടോൾഡ് ഹെർ, അവൻ പറഞ്ഞു അമ്മയോട്. ചെസ്റ്റർ ടുക്ക് ഹിസ് മദേഴ്സ് ഹാൻഡ്, അമ്മയുടെ കൈ ചെസ്റ്റർ പിടിച്ചു. ഇൻ ഹിസ് ഓൺ ആൻഡ് അൺഫോൾഡഡ് ഹെർ ലാർജ് ഫെമിലിയർ ഫിംഗേഴ്സ് ഇൻ ടു എ ഫാൻ. അപ്പോൾ ഈ കൈകൾ എന്ത് ചെയ്തു, വിരലുകൾ ഇങ്ങനെ തുറന്നു പിടിച്ചു. അപ്പോൾ അമ്മ എങ്ങനെയാണ് ഇവൻ്റെ കയ്യിലെ വിരലുകൾ ഇങ്ങനെ തുറന്നു പിടിച്ചത്, ഓപ്പൺ ആക്കിയത്, അതുപോലെ ഇവനും എന്താണ് അൺഫോൾഡ് ചെയ്തു, അതായത് ഈ വിരലുകൾ ഇങ്ങനെ തുറന്നു പിടിച്ചു. ഇവിടെ ഫെമിലിയർ ഫിംഗേഴ്സ് എന്ന് പറഞ്ഞാൽ അമ്മയുടെ കൈകൾ ഇവൻ എപ്പോഴും പിടിക്കുന്നതാണ്. അമ്മയുടെ കൈകൾ മകനെ എന്തായാലും അറിയുമല്ലോ, അതാണ് ഫെമിലിയർ ആണ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഹി ലീൻഡ് ഫോർവേഡ്, എന്നിട്ട് മുമ്പിലേക്ക് ഇങ്ങോട്ട് പിന്നെ ലീൻ ചെയ്തു, ഒന്നിങ്ങനെ കുനിഞ്ഞു നിന്നിട്ട് കൊണ്ട് ആൻഡ് കിസ്ഡ് ദ സെൻറ്റർ ഓഫ് ഹെർ ഹാൻഡ്, അമ്മയുടെ കൈയുടെ സെൻറ്ററിൽ മധ്യഭാഗത്തായിട്ട് അവൻ കിസ് ചെയ്തു. നൗ യു ഹാവ് എ കിസ്സിങ് ഹാൻഡ് ടു, എനിക്ക് തന്ന പോലെ ഞാൻ അമ്മക്കും തരികയാണ്. അപ്പം അമ്മക്കും ഒന്നുണ്ട് കിസ്സിങ് ഹാൻഡ് ഉണ്ട്. ഹി ടോൾഡ് ഹെർ വിത്ത് എ ജെന്റിൽ ഗുഡ് ബൈ, ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഉമ്മ വെച്ചു. ഐ ലവ് യു ചെസ്റ്റർ സെഡ് ആസ് ഹി ടേൺഡ് ആൻഡ് ഡാൻസ്ഡ് അവേ. അപ്പോൾ ചെസ്റ്റർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട്, ഇപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ ഭയങ്കര മടിയും വിഷമവും കരച്ചിലൊക്കെ ആയ ആളിപ്പോൾ എന്താണ് സന്തോഷത്തോടെ പോകുന്നത്. ഡാൻസ്ഡ് അവേ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പോയി എന്നാണ് കേട്ടോ. ഓക്കെ, ഡാൻസിന് പെട്ടെന്ന് പോകാന്നുള്ള അർത്ഥം കൂടെ ഉണ്ട്. സോ അവൻ എന്ത് ചെയ്തു, പെട്ടെന്ന് പോയി ഐ ലവ് യു എന്ന് പറഞ്ഞുകൊണ്ട്. മിസ് റക്കൂൺ വാച്ച്ഡ് ചെസ്റ്റർ സ്കാമ്പർ അക്രോസ് എ ട്രീ ലിം ആൻഡ് എൻ്റർ ദ സ്കൂൾ. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞത്, റക്കൂൺ ഇങ്ങനെ നോക്കുകയാണ്, മിസ് റക്കൂൺ ഇങ്ങനെ കാണുകയാണ്, പിന്നെ മകൻ ഇങ്ങനെ സ്കാമ്പർ അക്രോസ്, സ്കാമ്പർ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ സ്റ്റെപ്പോട് ഇങ്ങനെ മരങ്ങളുടെ ഇടയിലൂടെ എന്താണ് അവനിങ്ങനെ പോകുന്നത് ഇങ്ങനെ കണ്ടു. സ്കൂളിലേക്ക് പോകുന്നത്. ആസ് ദ ഫസ്റ്റ് ബെൽ ഓഫ് ദ ന്യൂ സ്കൂൾ ഇയർ റാങ്, അങ്ങനെ ആ വർഷത്തെ സ്കൂളിലെ ഫസ്റ്റ് ബെൽ അടിച്ചപ്പോൾ ഷീ പ്രസ്ഡ് ഹെർ ലെഫ്റ്റ് ഹാൻഡ് ടു ഹെർ ചീക്ക്. അപ്പം അവൻ സ്കൂളിലേക്ക് പോയി. അപ്പോൾ ഈ മിസ് റക്കൂൺ, അമ്മ റക്കൂൺ എന്ത് ചെയ്തു, തൻ്റെ ഇടത്തെ കൈ പിന്നെ ചീക്ക്, മുഖത്ത് കവിളിൽ ഇങ്ങനെ വെച്ചു. ആൻഡ് സ്മൈൽഡ്, എന്നിട്ട് പുഞ്ചിരിച്ചു. എന്താ, ദ വാംത്ത് ഓഫ് ചെസ്റ്റേഴ്സ് കിസ് ഫീൽഡ് ഹെർ ഹാർട്ട് വിത്ത് സ്പെഷ്യൽ വേർഡ്സ്. അപ്പം ആ ചെസ്റ്ററിൻ്റെ മകൻ്റെ കിസ്, ആ ഒരു ചുംബനം, അതിൻ്റെ വാംത്ത്, അതിൻ്റെ ഊഷ്മളത, അതിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ ആഴുണ്ടല്ലോ, ഫീൽഡ് ഹെർ ഹാർട്ട്, അവളുടെ ഹൃദയം നിറച്ചു വിത്ത് സ്പെഷ്യൽ വേർഡ്സ്, പ്രത്യേക വാക്കുകൾ നിറഞ്ഞു നിൽക്കുന്ന പോലെ. അപ്പോൾ ഒരുപാട് വാക്കുകൾക്ക് പകരമാണ് ആ ഒരൊറ്റ കിസ്. അപ്പോൾ ഒരുപാട് ഈ ചെസ്റ്ററിൻ്റെ ആ അമ്മയോട് ഇഷ്ടം ഉള്ളത് കുറേ വാക്കുകൾ പറയുന്നതിന് പകരം ആ ഒരൊറ്റ കിസ് മതി. അപ്പോൾ ഇവളുടെ ഈ അമ്മയുടെ എന്താണ് ഹൃദയം നിറഞ്ഞുന്ന. ചെസ്റ്റർ ലവ്സ് യു, ഇറ്റ് സാങ്, ചെസ്റ്റർ ലവ്സ് യു, ചെസ്റ്റർ നിന്നെ സ്നേഹിക്കുന്നു, ചെസ്റ്റർ നിന്നെ സ്നേഹിക്കുന്നു എന്നാണ് അപ്പോൾ ഈ അമ്മക്ക് തോന്നിയത്. ഓക്കെ, അപ്പോൾ അമ്മയും മകളും തമ്മിലുള്ള ആ ഒരു ലവ്, വാംത്ത് ഓഫ് ലവ് ഒക്കെയാണ് ഇവിടെ പറയുന്നത്. സോ ഇവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടിയോട് ചോദിക്കുക, ഹൂ ആർ ദ മെയിൻ ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി. 2 പേരേ ഉള്ളൂ. അപ്പോൾ കുട്ടിക്ക് ആൻസർ അറിയാം, അവർ പറയട്ടെ. ഇനി വിച്ച് പാർട്ട് ഓഫ് ദ സ്റ്റോറി ഡു യു ലൈക്ക് ദ മോസ്റ്റ് ആൻഡ് വൈ. ഇപ്പോൾ സ്റ്റോറിയുടെ പല ഭാഗങ്ങളുണ്ട്, ഏത് ഭാഗമാണ് ഏറ്റവും ഇഷ്ടം, മിക്കവാറും ലാസ്റ്റ് പാർട്ടായിരിക്കും. അപ്പം അത് കുട്ടിയോട് ചോദിക്കുക, വൈ, എന്തുകൊണ്ട് കൂടെ ചോദിക്കുക. സോ ഈ ഒരു സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വീഡിയോ ലെസണുമായിട്ട് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.